നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൺമറഞ്ഞുപോയ പൂർവികർക്ക് സ്മരണാഞ്ജലി. കർക്കിടക മാസത്തിലെ കർത്തവാവ് ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മുന്നേ നടന്നുപോയവർക്ക് പിൻതലമുറയുടെ ഓർമ്മപ്പൂക്കൾ. കർക്കിടകവാവിനോടനുബന്ധിച്ച് നാടെങ്ങുമുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത്. ചേർത്തല മരുത്തോർ വട്ടത്തും ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്ക്. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളിപ്പെരുന്നാളിന് കൊടികയറി. ആയിരക്കണക്കിന് വിശ്വാസികൾ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 15-നാണ് പ്രധാന തിരുനാൾ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം ഹെറോയിനും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശിയായ 30 വയസ്സുള്ള സെക് അനിറുൾ ആണ് പിടിയിലായത്. കേരള ചിക്കന്റെ ആദ്യ ഫ്രോസൺ ഔട്ട്ലെറ്റ് തണ്ണീർമുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. വാർനാട് കവലയ്ക്ക് കിഴക്ക് വശത്ത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. മൺമറഞ്ഞുപോയ പൂർവികർക്ക് സ്മരണാഞ്ജലി. കർക്കിടക മാസത്തിലെ കർത്തവാവ് ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മുന്നേ നടന്നുപോയവർക്ക് പിൻതലമുറയുടെ ഓർമ്മപ്പൂക്കൾ. പിതൃക്കളെ അനുസ്മരിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടകവാവ് അല്ലെങ്കിൽ വാവ് ബലിയായി ആചരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പിതൃക്കളുടെ അല്ലെങ്കിൽ പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുന്നതിനായി ബലിയിടുന്ന പ്രധാനപ്പെട്ട ദിനമാണിത്. കർക്കിടകവാവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 ഐതിഹ്യങ്ങളാണ് ഉള്ളത്. രാവണവധത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമലക്ഷ്മണന്മാരും സീതാദേവിയും പിതൃക്കൾക്ക് തർപ്പണം അർപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കൃത്യമായ സമയത്ത് രാമന് ആവശ്യമായ പൂജാ സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചു. സമയം വൈകാതിരിക്കാൻ സീതാദേവി ഫൽഗു നദിക്കരയിൽ മണലുകൊണ്ട് പിണ്ടമുണ്ടാക്കി പിതൃക്കൾക്ക് അർപ്പിച്ചു. സീതയുടെ ഭക്തിയിലും സ്നേഹത്തിലും പ്രീതരായ പിതൃക്കൾ അത് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് കടക്കുന്നതോടെ ദക്ഷിണായനം ആരംഭിക്കുന്നു. പുരാണങ്ങൾ അനുസരിച്ച് ദേവന്മാരുടെ രാത്രികാലവും പിതൃക്കളുടെ പകൽക്കാലവുമാണ് ദക്ഷിണായനം. കർക്കിടകവാവ് ദിവസം പിതൃക്കൾ ഭൂമിയിലേക്ക് വരികയും തങ്ങളുടെ വംശപരമ്പരയിൽപ്പെട്ടവർ നൽകുന്ന തർപ്പണവും ബലിയും സ്വീകരിച്ച് സംതൃപ്തരാവുകയും ചെയ്യുന്നു എന്നാണ് മറ്റൊരു വിശ്വാസം. സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ വരുന്ന ഈ കർത്തവാവ് ദിവസം പിതൃക്കൾക്ക് ബലിയിട്ടാൽ അവരുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നും കുടുംബത്തിൽ ഐശ്വര്യവും പിതൃദോഷ പരിഹാരവും ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം നദികളിലോ കടലിലോ മുങ്ങി നിവർന്ന് പിതൃക്കൾക്ക് തിലതർപ്പണം അർപ്പിക്കുന്നത് പുണ്യമായി കരുതുന്നു. നാടെങ്ങുമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം കർക്കിടകവാവ് ദിനത്തിൽ വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ കോമന കടപ്പുറത്താണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങൾ കടപ്പുറത്തേക്ക് എത്തി തുടങ്ങി. 10,000-ങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിയത്. 4 ശാന്തിമാർ നേതൃത്വം നൽകി. AKDS 54 നമ്പർ ശ്രീ പത്മനാഭവിലാസം അരയജന കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയത്. കടൽ ശക്തമായതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. തൃക്കുന്നപ്പുഴയിൽ 30 ബലിപ്പുരകൾ ഒരുക്കിയിരുന്നു. ചക്കുളത്തുകാവ് ക്ഷേത്രം, ആലപ്പുഴ തിരുവമ്പാടി ക്ഷേത്രം, കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം, മാരാരുകുളം മഹാദേവ ക്ഷേത്രം, ചേർത്തല വേളോർവട്ടം മഹാദേവക്ഷേത്രം, കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം, കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രം, കണ്ണമംഗലം ദേവീക്ഷേത്രം, നാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ചടങ്ങുകളാണ് ഏർപ്പെടുത്തിയിരുന്നത്. നാടിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള 10,000-കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കർക്കിടകവാവിനോടനുബന്ധിച്ച് ചേർത്തല മരുത്തോർവട്ടം ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത്. പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ആയുർവേദാധിപനായ ധന്വന്തരി മൂർത്തിയെ ഉപാസിക്കുന്ന കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് മരുത്തോർവട്ടം ശ്രീ ധന്വന്തരി ക്ഷേത്രം. കർക്കിടകവാവിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചു. ഉദരരോഗ ശമനത്തിനായുള്ള താൾകറി വാങ്ങാനും ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായി.
നമസ്കാര വഴിപാടിലൂടെ ലഭിക്കുന്ന ചോറിനൊപ്പം താൾകറി ചേർത്താണ് ഭക്തർ ഭക്ഷണം കഴിക്കുന്നത്. ഇത്തവണ ഏകദേശം 50,000 ലിറ്റർ താൾകറിയാണ് തയ്യാറാക്കിയത്. ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയതെന്ന് ദേവസ്വം പ്രസിഡന്റ് സജിയുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കരപ്പുറത്തെ പഴനിമല എന്നറിയപ്പെടുന്ന ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തി. ഭക്തജനങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് ചേർത്തല ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകൾ. രാവിലെ 6 മണി മുതൽ കർക്കിടക വാവു ബലി ആരംഭിച്ചു. ഒറ്റ നമസ്കാരം, കൂട്ട നമസ്കാരം, തിലഹവനം, വിശേഷാൽ പൂജകൾ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. പ്രദക്ഷിണ സർവോപചാര ഷോഡശ പൂജ യദ്ഗന്ധാഃ പങ്കവഃ കഥാവിരൂപാഃ മൂന്ന് വരി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ചെറുവാരണം ശ്രീനാരായണപുരം പുത്തനമ്പലം ക്ഷേത്രത്തിലെ കർക്കിടക വാവ് ആചരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി. 100 കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. ചേർത്തല ഓങ്കാരേശ്വരം ശ്രീരാമ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾക്കായി 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ ചടങ്ങ് ആരംഭിച്ചു. ക്ഷേത്ര കുളക്കരയിലും പ്രത്യേകം സജ്ജീകരിച്ച ബലിക്കല്ലുകളിൽ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി മുഖ്യൻ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. തലവടി ആനപ്രഭാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ 100 കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. അനിൽകുമാർ അമ്പാടിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. കർക്കിടക വാവ് ബലിതർപ്പണം. ആനപ്രാമ്പാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ വൻ ഭക്തജന തിരക്ക്. കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആനപ്രാമ്പാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ അനിൽകുമാർ അമ്പാടിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഭക്തർക്കാവശ്യമായ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിതർപ്പണത്തിനായി ഇവിടെ എത്തിയത്. ക്ഷേത്രയോഗം പ്രസിഡന്റ് ബി ഹരികുമാർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. തുറവൂർ പറയക്കാട് നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ കർക്കിടക വാവ് ആചരിച്ചു. മേൽശാന്തി സിജി ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തുറവൂർ പറയകാട് നാലുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ കർക്കിടക വാവ് ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുലർച്ചെ തന്നെ ചടങ്ങുകൾ തുടങ്ങി. ബലിതർപ്പണത്തിന് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. മേൽശാന്തി സിജി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് തിരുമല വാസുദേവൻ, സെക്രട്ടറി NB പ്രകാശൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, തുറവൂർ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലവടി പഞ്ചായത്ത് 11-ാം വാർഡ് അംഗം അജിത് പിഷാരത്ത് ക്യാമ്പിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ താമസിക്കുന്ന 30-ലേറെ കുടുംബങ്ങൾക്ക് മെഡിക്കൽ പരിശോധനയും ചികിത്സയും ലഭിച്ചു. ക്യാമ്പിൽ കഴിയുന്ന 8 അതിഥി തൊഴിലാളികളും ചികിത്സ തേടി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുട്ടനാട്ടിൽ ജലജന്യ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, പനി എന്നിവ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തില് പെട്ടെന്നുണ്ടായ
ശക്തമായ മഴയും വെള്ളപ്പൊക്കവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുകയുണ്ടായി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഏരിയയിൽ തലോടി, മുട്ടാർ, പെരിങ്ങര, എടത്വ പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിൽ ആകുകയും അവിടെയുള്ള പല കുടുംബങ്ങളും സ്കൂളുകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലൊക്കെ അഭയം തേടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കുകയാണ് കാരുണ്യ സ്പർശവുമായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി കണക്ഷന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് 16ാമത്തെ ക്യാമ്പാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ 7 ക്യാമ്പുകൾ, മുട്ടാർ പഞ്ചായത്തിൽ 4 ക്യാമ്പുകൾ, തലോടി പഞ്ചായത്തിൽ 3 ക്യാമ്പ്, എടത്വ പഞ്ചായത്തിൽ 2 ക്യാമ്പ്, ഇങ്ങനെ ആകെ 17 ക്യാമ്പുകൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയുള്ള പൊതുഭരണ രംഗത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയുമായിട്ടൊക്കെ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. ഏകദേശം 2000-ൽ പരം ആളുകളെ ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസത്തിൽ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. അവരൊക്കെയും വളരെ സന്തോഷത്തോടുകൂടി ക്യാമ്പിൽ വന്ന് പങ്കെടുത്ത് മരുന്ന് മേടിച്ച് മടങ്ങിപ്പോകുന്നു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡയറക്ടറായിരിക്കുന്ന ജോർജ് ചാണ്ടി മറ്റീത്ര സാറിന്റെ നിർദ്ദേശമാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മാനേജ്മെന്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. പൊതുഭരണ പ്രദേശത്തുള്ള ജനകീയ നേതാക്കന്മാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ, അവരുടെ എല്ലാവരെയും സാന്നിധ്യവും സഹകരണവും ഇത് വൻ വിജയമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂടുതൽ മെച്ചമായി വരുംകാലങ്ങളിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗത്ത് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മലിനജലത്തിന്റെ ഉപയോഗം വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുമെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ പെരുകുന്നത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. മുട്ടാർ, പെരിങ്ങര, എടത്വ, തലവടി പഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 17 ക്യാമ്പുകളിൽ BCMCH മെഡിക്കൽ സംഘങ്ങൾ പരിശോധന നടത്തി മരുന്നുകൾ വിതരണം ചെയ്തു. ബിലീവേഴ്സ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരായ ദബോറ വി ബിജു, ഗോകുൽ MG, നിഷ VG, വി ജയലക്ഷ്മി, KV വിവേക് തോമസ്, വിഷ്ണുമായ, കൃഷ്ണകുമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പുകളിൽ നേതൃത്വം നൽകി. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മാനേജർ അവിര ചാക്കോ ക്യാമ്പുകളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളി പെരുന്നാളിന് കൊടികയറി. ആയിരക്കണക്കിന് വിശ്വാസികൾ കൊടികയറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 15-നാണ് പ്രധാന തിരുനാൾ. കേരളത്തിലെ അതിപുരാതനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏക ചാവറ മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ കുംബ്രേരിയ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച രാവിലെ 6-ന് ദിവ്യബലിയും 7-ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ദിവ്യബലിയും നടന്നു. വൈകിട്ട് 4:30-ന് ജപമാല. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നവവൈദികർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ കൊടിയേറ്റ് പള്ളി വികാരി റവറൻ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ കാർമ്മികത്വം വഹിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വേസ്പര ദിനമായ 14-ാം തീയതി രാവിലെ 6-നും 7-നും ദിവ്യബലി, 10-ന് ആഘോഷമായ ദിവ്യബലി, വൈകുന്നേരം 4-ന് ജപമാല. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഇടവകയിൽ സേവനം ചെയ്തിട്ടുള്ള മുൻ അസിസ്റ്റന്റ് വികാരിമാർ കാർമ്മികരാവും. വേസ്പരയ്ക്ക് എറണാകുളം ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ റവർ ഫാദർ തോമസ് മങ്ങാട്ടും മേക്കാട് ഇടവക വികാരി ഫാദർ ജോൺസൺ കുവേലിയും നേതൃത്വം നൽകും. തുടർന്നാണ് ആഘോഷമായ പ്രദക്ഷിണം. പ്രധാന തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ന് രാവിലെ 5-നും 6-നും ദിവ്യബലി, 7:30-ന് വികാരിയുടെ കുർബാന, തുടർന്ന് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ. പാരിഷ് ഹാളിൽ നേർച്ചക്കഞ്ഞി വെഞ്ചരിപ്പ്, 9:30-ന് വിശുദ്ധ കുർബാന. എറണാകുളം അങ്കമാലി അതിരൂപത പ്രൊക്യുറേറ്റർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ കാർമ്മികനാവും. 11-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് MCBS വികാരി ജനറൽ ഫാദർ പോൾ പത്യാമൂലയും പത്യാമൂല കുടുംബത്തിലെ വൈദികരും കാർമ്മികരാവും.
ഉച്ചകഴിഞ്ഞ് 3-ന് ആഘോഷമായ പാട്ടുകുർബാന. തുടർന്നാണ് പ്രസിദ്ധമായ തിരുനാൾ പ്രദക്ഷിണം. കൃതജ്ഞതാ ബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാവും. പള്ളിപ്പുറം പള്ളി വികാരി ഫാദർ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ, കൈക്കാരന്മാരായ ബെന്നി ജോൺ പാലയ്ക്കൽ, ജോയി ജോസഫ് പുത്തൻവെളി, വൈസ് ചെയർമാൻ റോണി ചെറിയാൻ, പ്രസിഡന്റ് സിബി ജോസഫ് പത്യാമൂല ഇടപ്പറമ്പ്, പബ്ലിസിറ്റി കമ്മിറ്റിക്കാരായ സാബു ഉലഹന്നാൻ തളിയാടിയിൽ, വർഗീസ് ദേവസ്യ കടേപ്പറമ്പിൽ, രാജേഷ് തോമസ് പഴയ കടവിലായ തട്ടാമ്പറമ്പിൽ, റൂബി ചെറിയാൻ കോയിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം ഹെറോയിനും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശിയായ 30 വയസ്സുള്ള സെക് അനിറുൽ ആണ് പിടിയിലായത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം വൻതോതിൽ ഹെറോയിനും കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. ചൊവ്വാഴ്ച രാത്രി 10:45 ആലപ്പുഴ റെയിൽവേ പാഴ്സൽ സർവീസിന് സമീപം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പശ്ചിമബംഗാൾ മാൽഡ ജില്ലയിലെ ചന്ദപൂർ സ്വദേശിയായ 30 വയസ്സുള്ള സെക് അനിറുൾ ആണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 53 ഗ്രാം ഹെറോയിനും 5 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ആലപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എ അജീബ്, സിവിൽ എക്സൈസ് ഓഫീസർ ജി ദീപു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതം നേരിട്ടവർക്ക് BJPയുടെ സഹായം. തണ്ണീർമുക്കത്ത് 250ഓളം കുടുംബങ്ങൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. തണ്ണീർമുക്കത്ത് BJPയുടെ നേതൃത്വത്തിൽ മഴക്കെടുതി മൂലം ദുരിതമനുഭവിച്ചവർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വിതരണം ചെയ്തു. 250ഓളം കുടുംബങ്ങൾക്കാണ് അരിയും പലവ്യഞ്ജനങ്ങളും നൽകിയത്. BJP തണ്ണീർമുക്കം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തണ്ണീർമുക്കം പഞ്ചായത്ത് 17-ാം വാർഡ് കമ്മിറ്റിയും പ്രതീക്ഷ ട്രാവൽ ഏജൻസിയും സംയുക്തമായാണ് സഹായം വിതരണം ചെയ്തത്. വാർഡിലെ 250ഓളം കുടുംബങ്ങൾക്ക് അരിയും പലവ്യഞ്ജന സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ കൈമാറി. വീടുകളിൽ വെള്ളം കയറുകയും സാധാരണ ജീവിതം താറുമാറാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സഹായം സംഘടിപ്പിച്ചത്. BJP മുഹമ്മ മണ്ഡലം പ്രസിഡന്റ് രാഘവിൻ ചന്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് 17-ാം വാർഡിൽ വെള്ളപ്പൊക്ക ദുരിതത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം കുടുംബങ്ങൾ ഇവിടെ നിർദ്ധരായിട്ടുള്ള കുടുംബങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി അനുഭവിച്ച് നിൽക്കുന്നവരായിട്ടുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി തണ്ണീർമുക്കം ഏരിയ കമ്മിറ്റിയുടെയും പ്രതീക്ഷ ട്രാവൽസിൻ്റെയും ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണമാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് 16-ാം വാർഡിലും ഇതുപോലെ ഏകദേശം 230ഓളം വീടുകളിൽ പ്രതീക്ഷ ഭവൻ ഫാദർ ഐസക് കൊച്ചിനാങ്കരിയുടെ നിർദ്ദേശാനുസരണവും അതുപോലെ തന്നെ പ്രതീക്ഷ ട്രാവൽസിൻ്റെ സഹായ സഹകരണത്തോടും കൂടി നമ്മൾ ഏകദേശം 230ഓളം വീടുകളിൽ നമ്മൾ കിറ്റ് കൊടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം 100ഓളം വീടുകളിൽ ഇന്ന് ഭക്ഷ്യ കിറ്റ് വിതരണം നൽകുന്നത്. ഫാദർ ഐസക് കൊച്ചിനാങ്കരി ആശംസ നേർന്നു. വൈസ് പ്രസിഡന്റ് KT തങ്കമണി, തണ്ണീർമുക്കം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത്, സിജു കൊച്ചിനാങ്കരി, കിഷോർ, സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മ KE കാർമൽ സെൻട്രൽ സ്കൂളിൽ നടന്ന ഓണാഘോഷം വർണ്ണാഭമായി. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്നു നൽകിയ ആഘോഷ പരിപാടികൾ പോയകാല ഓർമ്മകളുടെ ഉണർത്തുപാട്ടായി മാറി. മുഹമ്മ KE കാർമൽ സെൻട്രൽ സ്കൂളിലെ ഓണാഘോഷം ശ്രദ്ധേയമായി. ഓണത്തിന്റെ പാരമ്പര്യ പൊലിമ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിലായിരുന്നു ആഘോഷം. സമത്വത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാനതകളില്ലാത്ത സന്ദേശം പകർന്നു നൽകിയ ആഘോഷം പോയകാല പ്രൗഢിയുടെ ഓർമ്മകൾ ഉണർത്തി. കൈകൊട്ടിക്കളി, വഞ്ചിപ്പാട്ട്, തിരുവാതിരകളി, ചെണ്ടമേള തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പാരമ്പര്യ തനിമ നിറഞ്ഞ കലാരൂപങ്ങൾ കാണികളുടെ മനം കവർന്നു. മഹാബലി, വാമനൻ, ചാക്യാർകൂത്ത്, മലയാളി മങ്ക, മാവേലി, കഥകളി, മോഹിനിയാട്ടം, വഞ്ചിപ്പാട്ട്, ഗുരുവായൂർ തെയ്യം തുടങ്ങിയവ ആഘോഷ പരിപാടികൾക്ക് വർണ്ണപ്പൊലിമ പകർന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അധ്യാപിക ബെൻസി സിബിച്ചൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ചാക്കോ അക്കത്തറ അധ്യക്ഷനായി. തുടർന്ന് കുരുന്നുകൾ അവതരിപ്പിച്ച ഓണപ്പാട്ട് അരങ്ങേറി. മുഖ്യാതിഥി ചിക്കൂസ് ശിവൻ ദീപപ്രകാശനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ കറിയ എതിരേറ്റ്, മറിയാമ്മ ജോസഫ് എന്നിവർ സംസാരിച്ചു. KE കാർമൽ സെൻട്രൽ സ്കൂൾ PTA പ്രസിഡന്റായി സന്തോഷ് ഷൺമുഖനെ തെരഞ്ഞെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് സ്വജന പക്ഷാപാതവും ബന്ധു നിയമനങ്ങളുമാണെന്ന് ആരോപണം.
ഇതിനെതിരെ ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് നായർ ശബ്ദം കൂട്ടായ്മ നേതാക്കൾ പറഞ്ഞു. നായർ ശബ്ദം എന്ന് പറയുന്ന കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് അനീതികൾ നിരന്തരമായിട്ട് നടക്കുന്ന അനീതികൾ അമ്പലപ്പുഴ താലൂക്ക് യൂണിയനിൽ നടക്കുന്ന അനീതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നായർ ശബ്ദം എന്ന് പറഞ്ഞ കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പല സന്ദർഭങ്ങളിലും ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന അവിടെ നടക്കുന്ന പിന്നെ പറയാം ഹെഡ് ഓഫീസിൽ നടക്കുന്ന അവിടെ നിന്ന് വരുന്ന അപ്പോയിൻമെൻറ്റ് തൊഴിലവസരങ്ങൾ ഈ തൊഴിലവസരങ്ങൾ ഇവിടെ വന്ന് ഇവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം അവിടെ കയറ്റിവെക്കുകയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഏതാണ്ട് 12ഓളം നിയമനങ്ങളാണ് ഇവിടെ അമ്പലപ്പുഴ താലൂക്ക് യൂണിയനിൽ അനധികൃതമായിട്ട് നടത്തിയിട്ടുള്ളത്. NSS അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് സ്വജന പക്ഷപാതവും ബന്ധു നിയമനങ്ങളുമാണെന്ന് ആരോപണം. പെരുന്ന കാട്ടിക്കൊടുക്കുന്ന സമുദായ വിരുദ്ധ നിലപാടുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ നേതൃത്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ സമുദായ അംഗങ്ങൾക്ക് പ്രതിഷേധം ശബ്ദം ഉയർത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. നഷ്ടപ്പെട്ട മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനായുള്ള പ്രവർത്തനങ്ങളാണ് നായർ ശബ്ദം കൂട്ടായ്മ നടത്തിവരുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 ആലപ്പുഴ കൊട്ടാരം പാലത്തിന് സമീപമുള്ള NSS താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ നിരവധി സമുദായ നേതാക്കൾ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു. സമുദായത്തിന്റെ നന്മയും പുരോഗതിയും മാത്രമാണ് ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. നായർ ശബ്ദം കൂട്ടായ്മ ജനറൽ സെക്രട്ടറി PK രാജീവ്, മനോജ് K അമ്പലപ്പുഴ, G മുരളീധരൻ, NK രഘുനാഥ്, B ഉണ്ണികൃഷ്ണൻ, ഇന്ദു ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള ചിക്കന്റെ ആദ്യ ഫ്രോസൺ ഔട്ട്ലെറ്റ് തണ്ണീർമുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. വാർനാട് കവലയ്ക്ക് കിഴക്ക് വശത്ത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കേരള ചിക്കന്റെ ആദ്യ ഫ്രോസൺ ഔട്ട്ലെറ്റ് യൂണിറ്റ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് വാർനാട് കവലയ്ക്ക് കിഴക്കുവശം പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന ഉദ്ഘാടനം ചേർത്തല MLA P പ്രസാദ് നിർവഹിച്ചു. നമ്മളൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കാറുണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രോഗത്തിൽ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രയോഗമാണ്. പിന്നെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗമായിട്ടാണ് ഈ ആന്റിബയോട്ടിക്കൽ ഡോക്ടർമാർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആന്റിബയോട്ടിക് കഴിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലാണ്ട് വരികയാണ്. അതാണ് ഈ AMR എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ആന്റിബയോട്ടിക് കഴിച്ചാലും അതുകൊണ്ട് പ്രയോജനം. നിങ്ങൾ സർജറി നടത്തുന്നു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗം ഉണ്ടാകുന്നു, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ഒക്കെ വരുമ്പോഴും ആന്റിബയോട്ടിക് കഴിച്ചിട്ട് പ്രയോജനം ഇല്ലെങ്കിൽ അർത്ഥം എന്താ? ചടങ്ങിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിഹരപ്പണിക്കർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ G പണിക്കർ, 2ാം വാർഡ് മെമ്പർ ഇന്ദുലേഖ, കുടുംബശ്രീ മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് S, മുഹമ്മദ് അഫ്സൽ, ആതിര ഭാനു, സുചിത്ര CS, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല, വിൻ മീഡിയ ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൺമറഞ്ഞുപോയ പൂർവികർക്ക് സ്മരണാഞ്ജലി. കർക്കിടക മാസത്തിലെ കർത്തവാവ് ഹൈന്ദവ സമൂഹത്തിന്റെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മുന്നേ നടന്നുപോയവർക്ക് പിൻതലമുറയുടെ ഓർമ്മപ്പൂക്കൾ. കർക്കിടകവാവിനോടനുബന്ധിച്ച് നാടെങ്ങുമുള്ള ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരുന്നത്. ചേർത്തല മരുത്തോർ വട്ടത്തും ചെറുവാരണം പുത്തനമ്പലം ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക്. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളിപ്പെരുന്നാളിന് കൊടികയറി. ആയിരക്കണക്കിന് വിശ്വാസികൾ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 15 പ്രധാന തിരുനാൾ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം ഹെറോയിനും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശിയായ 30 വയസ്സുള്ള സെക് അനിറുൾ ആണ് പിടിയിലായത്. കേരള ചിക്കന്റെ ആദ്യ ഫ്രോസൺ ഔട്ട്ലെറ്റ് തണ്ണീർമുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. വാർനാട് കവലയ്ക്ക് കിഴക്ക് വശത്ത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.